Good evening. Good evening, sir. Now can I discuss the remaining sections 44AA, then 44 section 44AB, 44AD, 44ADA, and 44AE, then 43CA എന്ന് പറഞ്ഞുള്ള ഒരു section കൂടെയാണ് discuss ചെയ്യാം. Okay, so first, so very important area, section 44AA, section 44AA. Section പറയുന്നത് maintenance of books of accounts. Books of accounts. Maintenance of books of accounts. Okay. So നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏരിയ for specified or notified profession. So specified അല്ലെങ്കിൽ notified profession ആണെങ്കിൽ books of accounts എപ്പോഴാണ് കീപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ books of accounts ആണ് കീപ്പ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഈ specified professionals ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. Okay, so first point, it's very important. In case of specified or notified profession, in case of specified profession, if gross receipt is more than rupees 1,50,000. So very important, in all 3 years, in all 3 years, so underline or differently, more than 1,50,000 in all 3 years, in all 3 years preceding, all 3 years preceding the previous year, so നമ്മുടെ previous year-ന് തൊട്ട് മുമ്പുള്ള 3 years-ലെ എല്ലാ years-ലും അതാണ് all the 3 years preceding the previous year. Okay, so because നമ്മൾ previous year-ലാണ് books of accounts കീപ്പ് ചെയ്യണമെന്ന് അറിയേണ്ടത്, so previous year-ന് തൊട്ട് മുമ്പുള്ള 3 years എന്താണ് 1,50,000-ന് മുകളിലാണ് gross receipt എങ്കിൽ or likely to exceed if the profession is newly set up, then assessee is required to maintain books of accounts as per rule 6F. So very important, as per rule 6F, otherwise he is required to maintain such books of accounts
such books of accounts, or documents from which assessing officer is able to complete assessment, the assessment. Okay. Students, 44 section 44 AA പറയുന്നത് കമ്പൽസറി മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്രൈറ്റീരിയ സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ, സോ ഒരു സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 3 പ്രീവിയസിലെ എല്ലാം തന്നെ ഗ്രോസ് റെസീറ്റ് എന്ന് പറയുന്നത് 1,50,000 മുകളിലാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ന്യൂലി സെറ്റപ്പ് പ്രൊഫഷൻ ആണ്, ലൈക്ലി ടു എക്സീഡ് 1,50,000 ഇൻ ദ പ്രിസീഡിംഗ് ഇയർ. ഓക്കെ. സോ ആ സെനാരിയോയിലൊക്കെ എന്താണ്, റൂൾ 6F പ്രകാരം ആസ് പെർ റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അതർവൈസ്, സോ ഇവിടെ സ്റ്റുഡൻസ് നോർമലി ഈ പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷന്റെ പ്രശ്നമാണ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതർവൈസ് ബുക്സ് ഒന്നും വേണ്ടെന്നല്ല. അസസിംഗ് ഓഫീസർക്ക് നമുക്ക് ഇപ്പോൾ മനസ്സിലാകും, തൊട്ടടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ അതിന്റെ പ്രിസംപ്റ്റീവ്, സോ അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ മനസ്സിലാവും ഈ ഗ്രോസ് റെസീറ്റിന്റെ പെർസെന്റ്. സോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം 44 ADയും 44 ADA ഒക്കെ കേട്ട് കാണും. സോ ഒരു ഇത്ര പെർസെന്റേജ് ഗ്രോസ് റെസീറ്റിന്റെ അല്ലെങ്കിൽ ടേൺ ഓവറിന്റെ ഇത്ര പെർസെന്റേജ് എന്നാണ് പറയുന്നത്. സോ ടേൺ ഓവർ അല്ലെ, സോ നമ്മളൊരു ടേൺ ഓവർ പറഞ്ഞാൽ ആ ടേൺ ഓവർ ആണ് എക്സാക്ട് ടേൺ ഓവർ എന്ന് അസസിംഗ് ഓഫീസർക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. സോ അതല്ലാണ്ട് ഒന്നും കീപ്പ് ചെയ്യത്തില്ല, സോ ഒരു റെക്കോർഡ്സ് ഞാൻ തരില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. സോ ഈ പറഞ്ഞ സ്പെസിഫൈഡ് പ്രൊഫഷണൽ ആണെങ്കിൽ എല്ലാ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള എല്ലാ പ്രീവിയസ് ഇയറിലും ഓൾ 3 years 1,50,000 എക്സീഡ് ചെയ്താൽ ഗ്രോസ് റെസീറ്റ് എന്താണ്, റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. ക്ലിയർ അല്ലേ? അതർവൈസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും തന്നെ വേണ്ട, ഞാൻ ഒരു പ്രൂഫും തരില്ല, ഞാനൊരു ടേൺ ഓവർ പറയും അതാണ് എന്റെ ടേൺ ഓവർ, അങ്ങനെയല്ല. സോ അതോറിറ്റിക്ക് എന്താണ്, നിങ്ങൾ ഇത്രയാണ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ എന്നെങ്കിലും വെരിഫൈ ചെയ്യാനായിട്ട്, സോ എന്റെ അസസിംഗ് ഓഫീസറിന്റെ അസസ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ മാത്രമെങ്കിലും എന്തുണ്ടാകണം, സോ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്കിലും ഉണ്ടാവണം. ഓക്കെ അല്ലേ? ഇതിനകത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് സ്പെസിഫൈഡ് പ്രൊഫഷൻസ്, എന്താണ് റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ 2 കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏരിയ, അതായത് ഫോർ നോട്ടിഫൈഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പ്രൊഫഷന് ക്ലിയർ ആവും. നെക്സ്റ്റ് ഹെഡ് ആയിട്ട് കൊടുക്കാം. സ്പെസിഫൈഡ് പ്രൊഫഷൻ, specified profession okay. So specified professions വരുന്നത് medical, then legal, that means doctor, then vakil, advocate, then accountancy. So chartered accountant also a specified profession. Then film artist, then engineering, technical consultancy, then architectural profession, interior decorator, then last one company secretary, CS, then any other profession as may be notified by CBDT, any other profession which may be notified by
notified by Central Board of Directors. Okay. So അതോറിറ്റി നോട്ടിഫൈ ചെയ്യുന്ന പ്രൊഫഷൻസ്. സോ ഇത്രയും പ്രൊഫഷണലാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. സെക്ഷൻ 44AA പ്രകാരം എന്താണ് സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന സെക്ഷൻ 44A പ്രകാരം. സോ ഇത്രയും എന്താണ് സ്പെസിഫൈഡ് പ്രൊഫഷൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 21, 22 തൊട്ട് മുമ്പുള്ള 3 പ്രീസീഡിംഗ് പ്രീവിയസ് ഇയറിലെ എല്ലാ ഇയറിലും അവരുടെ ഗ്രോസ് റെസീറ്റ് 1,50,000 മുകളിലാണെങ്കിൽ അവരെന്ത് ചെയ്യണം? റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അതർവൈസ് എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട. ബട്ട് അസസിംഗ് ഓഫീസറെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ഒരു കേസ് ഒരു അസസ്മെന്റ് എടുത്താൽ അസസിംഗ് ഓഫീസർക്ക് അസസ്മെന്റ് പൂർത്തിയാക്കുന്ന രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന അത്രയും രീതിയിലുള്ള ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? സ്റ്റുഡൻസ് നോർമലി 44 അതായത് 1,50,000 എബോവ് ആണെങ്കിൽ 3 വർഷവും ഓൾ ദ 3 ഇയേഴ്സ് 1,50,000 എബോവ് ആണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണ്ടെന്ന് എഴുതി വെക്കും. അങ്ങനെയല്ല പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കണം. റൂൾ 6F പ്രകാരം പറയുന്ന അത്രയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട. ബട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് അസസിംഗ് ഓഫീസർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ സച്ച് അതർ ഡോക്യുമെന്റ്സ്. സോ ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടേൺ ഓവർ, ഗ്രോസ് റെസീറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. റൂൾ 6F പ്രകാരം വേണ്ട. ബട്ട് ഹൗ ടു മെയിൻറ്റെയിൻ സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. So for the assessing officer to complete any assessment. Okay. Then next one. Specified books as per rule 6F. So rule 6F പ്രകാരം കീപ്പ് ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോർമലി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ക്യാഷ് ബുക്ക്, then second one journal, then ledgers, then carbon copy of bill exceeding rupees 25. Carbon copy of bill exceeding rupees 25. Then original bills for expenditure exceeding rupees 50. Expenditure exceeding rupees 50. Then last one. In case of medical practitioner additional, so that means medical practitioner profession. So practice in the doctors, additional books such as daily case register and medical inventory register has to be maintained. So practicing doctor ആണെങ്കിൽ അവരുടെ ഡെയിലി കേസ് രജിസ്റ്റർ, സോ ദാറ്റ് മീൻസ് അവരുടെ ഒരു ഗ്രോസ് റെസീറ്റ് അറിയാനായിട്ട് ഡെയിലി കേസ് രജിസ്റ്റർ. സോ അവിടുന്ന് അവർ മെഡിസിൻ കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? മെഡിക്കൽ ഇൻവെന്ററി രജിസ്റ്റർ ഓൾസോ ഹാസ് ടു ബി മെയിൻറ്റൈൻഡ്. ക്ലിയർ അല്ലേ? സോ ഡെയിലി പേഷ്യൻസിന്റെ രജിസ്റ്റർ പ്ലസ് ഇൻവെന്ററി മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ടി വരും. സോ ക്യാഷ് ബുക്ക്, ജേണല്, ലെഡ്ജർ നോർമലി വരുന്ന കേസസ്. Then carbon copy of bills exceeding rupees 25.
Original bills for expenditure exceeding rupees 50. Okay. Yes. So നമുക്ക് 44AA, that means books of accounts rule 6 പ്രകാരം കീപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ടിൽ ആരെ കുറിച്ചാണ് ഏത് പ്രൊഫഷനാണ് പറയുന്നത്? സ്പെസിഫൈഡ് പ്രൊഫഷൻ. സോ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ അവർ എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ റൂൾ 6F മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? Gross receipt if exceeds 1,50,000 in all the 3 years preceding the previous year. In that case ആണ് നമ്മൾ അല്ലെങ്കിൽ likely to exceed in case of newly set up specified profession. So rule 6F പ്രകാരം keep ചെയ്യേണ്ട books of accounts ഇതൊക്കെയാണ്: cash book, journal, ledger, carbon copy of bills exceeding rupees 25, original bills for expenditure exceeding 50. So medical practitioner ആണെങ്കിൽ daily case register plus inventory case register. Inventory register has to be maintained. Okay. Yes. Then so ഇതേപോലെ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല അല്ലെങ്കിൽ 1,50,000 3 വർഷവും എക്സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് കീപ്പ് ചെയ്യേണ്ട? റൂൾ 6F പ്രകാരം കീപ്പ് ചെയ്യേണ്ട. ബട്ട് such other books and documents has to be maintained by the assessee in order to complete an assessment by assessing officer. Then next one. So നമ്മളിപ്പം ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞത് സ്പെസിഫൈഡ് പ്രൊഫഷൻ ആയിരുന്നു. ദെൻ അതർ അസസീസ്. സോ നോൺ സ്പെസിഫൈഡ് പ്രൊഫഷൻ ആകാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന പ്രൊഫഷണൽ ബിസിനസ് ആകാം അവർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ in case of other assessees, in case of other assessee, if profit and gains of business or profession, so PG, that means profit from business is more than rupees 1,20,000 or total sales or so specified allata other profession ആണെങ്കിൽ gross receipt is more than rupees 10 lakhs in, so ശ്രദ്ധിക്കുക, in any of, so specified profession ആയിരുന്നു all the 3 years ആയിരുന്നു. ഇവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? in any of 3 years. So very important, underline the word any of 3 years preceding the previous year. In any of the 3 years. So ഒന്നുകിൽ income from business or profession 1,20,000 മുകളിലായിരിക്കണം, exceeds more than 1,20,000, or total sales or gross receipt is more than rupees 10 lakh in any of 3 years preceding the previous year, or likely to exceed in case of newly set up business or profession, in case of newly set up business or profession, in case of newly set up business or profession, the assessee is required to maintain
SSC is required to maintain any books of accounts, any books of accounts or documents from which assessing officer is able to complete assessment. Otherwise, assessee is not required to maintain any books of accounts. Required to maintain any books of accounts. Okay. So, ഈ പറയുന്ന ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്താൽ അസസ് എന്താണ് അസസിംഗ് ഓഫീസർക്ക് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ അസസിംഗ് ഓഫീസർ ചോദിക്കുന്നത് നോർമലി ആ പറയുന്ന എല്ലാം തന്നെ ആയിരിക്കും. ബിസിനസ് ഒക്കെ ആണെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. സോ അതർവൈസ് സോ ഈ പറയുന്ന കാറ്റഗറി ഒന്നും വരുന്നില്ലെങ്കിൽ എത്താണ് അസസി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അങ്ങനെ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. Next point start ചെയ്ത however in case of individual and HUF limit will be, so very important, limit will be rupees 2,50,000 for total income for business or profession comma and rupees 25 lakhs for turnover or gross receipt, for turnover or gross receipts. Okay. So no 1,20,000 10 lakhും പറയുന്നുണ്ട്. പക്ഷേ ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ലിമിറ്റ് കൂടുതലാണ്. ഇൻഡിവിജ്വൽ HUFന് ലിമിറ്റ് വിൽ ബി 2,50,000 ആൻഡ് ടേൺ ഓവറിന്റെ കേസ് ആണെങ്കിൽ 25 lakhs. Okay. Yes, sir. Okay, last point. As per section 271 capital A, if assessee fails to maintain books of accounts as per section 44AA, then penalty of rupees 25,000 may attract. So 25,000 വരെ ആകാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തില്ല എങ്കിലുള്ള പെനാൽറ്റി. So 44AA എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറി മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഫസ്റ്റ് സെനാരിയോ സ്പെസിഫൈഡ് പ്രൊഫഷണൽസിന്റെ ആണ്.
സോ സ്പെസിഫൈഡ് പ്രൊഫഷനിൽ പ്രീസീഡിങ് ഇയറിന് തൊട്ട് മുമ്പുള്ള എല്ലാ പ്രീവിയസ് ഇയറിലും ഗ്രോസ് റെസീറ്റ് 1,50,000 മുകളിലാണെങ്കിൽ എന്താണ് റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതർവൈസ് സോ എന്താണ് അസസിംഗ് ഓഫീസർക്ക് അസസ്മെന്റ് കംപ്ലീറ്റ് ആകുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്കിലും കീപ്പ് ചെയ്യണം. ബട്ട് അതർ അസസി ദാറ്റ് മീൻസ് സ്പെസിഫൈഡ് അല്ലാത്ത പ്രൊഫഷണൽസും ദെൻ നോർമൽ ബിസിനസ് എൻറ്റിറ്റീസിനും ബിസിനസ് എൻറ്റിറ്റീസിനാണെങ്കിൽ സോ ഇൻകം 1,20,000 അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസോ ടേൺ ഓവറോ ഗ്രോസ് റെസീറ്റോ 10 lakhോ കൂടുതലോ ആണെങ്കിൽ എനി ഓഫ് ദ ഇയർ 3 പ്രിസീഡിംഗ് പീരിയഡ്സ്. സോ 3 വർഷം ആകണ്ട, ഏതെങ്കിലും ഒരു വർഷമായാൽ തൊട്ട് മുമ്പുള്ള 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും 1,20,000 10 lakhോ എക്സീഡ് ചെയ്താൽ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ഡോക്യുമെന്റ്സ് അസസിംഗ് ഓഫീസർക്ക് അസസ്മെന്റ് കംപ്ലീറ്റ് ആകാനുള്ള രീതിയിൽ. അതർവൈസ് സോ ഈ പറയുന്ന കാറ്റഗറിയിൽ വരാത്ത അസസി ആണെങ്കിൽ എന്താണ് ഹാസ് നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ഇൻഡിവിജ്വൽ HF കേസ് ആണെങ്കിൽ 1,20,000 10 lakhും എത്രയായിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട്? 2,50,000 and 25 lakhs. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട അസസി ആണ്. കീപ്പ് ചെയ്തില്ല എങ്കിൽ ഒരു പെനാൽറ്റി എത്ര വരെ ആകാം? 25,000 വരെ ആകാം. ക്ലിയർ ആണല്ലോ അല്ലെ? ഒരു ക്ലിയർ ആണല്ലോ അല്ലെ? സെക്ഷൻ 44AA ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ്. ക്ലിയർ അല്ലേ? Yes, sir. Then next one, section 44AB. Section 44AB. Section 44AB. Compulsory audit of books of accounts. Compulsory audit of books of accounts. Okay. സോ ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന സെനാരിയോ ആണ് ഇത്. കമ്പൽസറി ഓഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിലെ ടാക്സ് ഓഡിറ്റ്. നമുക്കിപ്പോൾ അറിയാം, നിങ്ങൾ ഓഫീസിൽ നിന്ന് അറിയിപ്പം. സോ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഡേറ്റ് ആണ് 7 ദിവസം നീട്ടി കൊടുത്തിരിക്കുന്നത്. സോ ആ റിപ്പോർട്ടിനെയാണ് കമ്പൽസറി ഓഡിറ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് എന്ത് ഈ പറയുന്ന സെക്ഷൻ 44AB. So following persons are required to furnish audit report by specified date so authority specify in the date in a prescribed form, in prescribed form. So in bracket, so the 3CA, 3CB, then 3CD. So ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട്, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ ഓഫീസിൽ ചെയ്തിട്ടുണ്ടാവും ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ 3CAയും 3CDയും അല്ലെങ്കിൽ 3CB ആൻഡ് 3CD. ഓക്കെ, ആ പേഴ്സൺസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റാർട്ടായിട്ട് വരയ്ക്കാം. പേഴ്സൺ carrying on, person carrying on specified profession, specified profession. So specified profession, so section 44AA യിൽ പറയുന്ന specified profession ഉള്ള person ആണെന്നുണ്ടെങ്കിൽ if gross receipt exceeds 50 lakhs. So previous year gross receipt 50 lakhs exceed ചെയ്താൽ എന്ത് വേണം? 44AA പ്രകാരം കമ്പൽസറി ഓഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. ക്ലിയർ ആണോ? സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്.
സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 1,50,000 നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 പ്രീവിയസ് ഇയറിലും 1,50,000 എക്സീഡ് ചെയ്താൽ ഹൗ ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദെൻ പ്രീവിയസ് ഇയറിൽ 50 lakhsന് മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കമ്പൽസറി ഓഡിറ്റ്. സോ ദാറ്റ് മീൻസ് ടാക്സ് ഓഡിറ്റ്. ക്ലിയർ അല്ലേ? Yes, sir. Then next one. So person carrying on, other persons വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് person carrying on business കൂടാതെ നമുക്ക് എന്തുകൂടെ പറയാം? ഈ പറയുന്ന സ്പെസിഫൈഡ് പ്രൊഫഷണൽ അല്ലാത്ത പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കും ഇവിടെ വരാം. person carrying on business. Turnover or gross receipt exceeds 1 crores. Turnover or gross receipt exceeds 1 crores. Okay. So, start in case of business. In case of business, turnover limit shall be rupees 10 crores. So നമ്മുടെ assessment year 21-22 ഈ ഒരു 1 crore എന്നുള്ള 5 crore നിന്ന് 10 crore അമെൻഡ് ചെയ്തത്. 10 crores instead of 1 crore. 1 crore if, so very important if. So ഈ പറയുന്ന ബിസിനസ് അസസീസിന് 1 crore പകരം എന്താണ് ടേൺ ഓവർ അല്ലെങ്കിൽ ടേൺ ഓവർ 10 crore ആയാലേ മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ളൂ. Okay, so first one, if cash receipts out of total receipts so cash receipts out of total receipts is up to 5% during the previous year. And so total cash receipt in the total receipts in the 5% എന്താകാവുള്ളൂ? cash receipt. That means 95% എന്തായിരിക്കണം? അക്കൗണ്ടിലായിരിക്കണം വരുന്നത്. ഒന്നും cash receipt ആകാൻ പാടില്ല. And cash payment out of total payments is up to 5% during the previous year. So clear ആണോ? So normally business person other ഈ പറഞ്ഞ specified professional അല്ലാത്തവർക്ക് എന്താണ് 1 crore exceed ചെയ്താലാണ് എന്ത് വരുന്നത്? ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ബിസിനസ് ഈ 1 crore വരെ എത്രയായിട്ട് എടുക്കും? 10 crores ആയിട്ട് എടുക്കും. എപ്പോഴാണ്? 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. ടോട്ടൽ റെസീറ്റിലെ ക്യാഷ് റെസീറ്റ് 5% വരുന്നുള്ളൂ എങ്കിൽ, ദെൻ ടോട്ടൽ പേയ്മെന്റ്സിൽ ക്യാഷ് പേയ്മെന്റ്സ് 5% മാക്സിമം 5% വരെ വരുന്നുള്ളൂ എങ്കിൽ അവർക്ക് എന്താണ്? 10 crore ആയാൽ മാത്രം എന്ത് ചെയ്താൽ മതി? 10 crore എക്സീഡ് ചെയ്താൽ മാത്രം ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് എന്താണ്? ക്യാഷ് പേയ്മെന്റ് ഇല്ല, കംപ്ലീറ്റ് എന്താണ് അക്കൗണ്ട് ത്രൂ ആണ് പേയ്മെന്റ് എങ്കിൽ എന്തിന്റെ ആവശ്യം വരുന്നില്ല. സോ അവിടെ അക്കൗണ്ട് ത്രൂ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരം അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ സോ ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താം. സോ കൂടുതലും 95% കിട്ടുന്നതും കൊടുക്കുന്നതും എന്താണ്? അക്കൗണ്ട് ത്രൂ ആണെന്നുണ്ടെങ്കിൽ അവരെ എന്തിൽ നിന്ന് ഒഴിവാക്കാം? അവർക്ക് ഇനി പിന്നെ സോ അക്കൗണ്ട്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏകദേശം ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ആ സെനാരിയോയിൽ അവർക്ക് എന്ത് വേണ്ട? ടാക്സ് ഓഡിറ്റ് വേണ്ട എന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഈ അമെൻമെന്റ്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Then next one. Important. SSC ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. SSC claiming lower income
assessee claiming lower income under section 44 AD or under section 44 ADA, 44 AD or under section 44 ADA. So 44 AD or under section 44 ADA. Okay, and total income greater than basic exemption limit. Basic exemption limit. Okay. So total income basic exemption limit may exceed ചെയ്യാൻ കൂടെ ചെയ്യണം. So എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻ? അസസി എന്താണ് ലോവർ ഇൻകം 44 AD-ലോ 44 AD-ലോ പറഞ്ഞിരിക്കുന്ന അസസി ആണ്. സോ അതിൽ നമ്മളിപ്പോൾ ഉടനെ ഡിസ്കസ് ചെയ്യും എന്താണ് അതിൽ പറയുന്നുള്ള. അതിൽ പറഞ്ഞതിനെക്കാട്ടിലും ലോവർ ഇൻകം ആയിരിക്കണം. പ്ലസ് എന്തുകൊണ്ടുണ്ടാകണം? അസസിയുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, assessee claiming lower income. Assessee claiming a lower income under section 44 AE. Under section 44 AE. So ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂന്ന് സെക്ഷൻ ആണ് 44 AD, 44 ADA, 44 AE. സോ അതിൽ പറഞ്ഞിരിക്കുന്ന അതിനകത്തൊരു ലിമിറ്റ് ഗ്രോസ് ടേൺ ഓവറിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് പറയുന്നുണ്ട്. അതിനേക്കാട്ടിലും താഴെയാണ് ഇവര് ഇൻകം ക്ലെയിം ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? അവരുടെ അക്കൗണ്ട്സ് കമ്പൽസറി ഓഡിറ്റ് ചെയ്യണം. സോ കമ്പൽസറി ഓഡിറ്റ് ചെയ്യേണ്ട മൂന്ന് കാറ്റഗറി ആണുള്ളത്. എന്താണ്? സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ അവരുടെ ഗ്രോസ് റെസീറ്റ് 50 lakh എക്സീഡ് ചെയ്താൽ പ്രീവിയസ് ഇയറിൽ. ദെൻ അതർ അസസീസ് ആണെങ്കിൽ ഗ്രോസ് ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് ഇഫ് ഇറ്റ് എക്സീഡ്സ് 1 crore. സോ ബിസിനസിന്റെ കേസിലാണെങ്കിൽ എന്താണ് ഈ 1 crore എന്നുള്ളത് 10 crores ആയിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? രണ്ട് കണ്ടീഷൻ ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ ടോട്ടൽ പേയ്മെന്റ്സിന്റെ 5% എന്താകാവുള്ളൂ? ക്യാഷ് പേയ്മെന്റ്സ്. ദെൻ അതേപോലെ ടോട്ടൽ റെസീറ്റ്സിന്റെ 5% വരെ എന്താകാവുള്ളൂ? ക്യാഷ് റെസീറ്റ്. ദാറ്റ് മീൻസ് മേജർ പോർഷൻ അക്കൗണ്ട് ത്രൂ ആണെങ്കിൽ അവരെ എന്തിൽ നിന്ന് ഒഴിവാക്കാം? ടാക്സ് ഓഡിറ്റിൽ നിന്ന് ഒഴിവാക്കാം. ദെൻ തേർഡ് സെനാരിയോ എന്താണ്? 44 AD-യും 44 AD-യും പ്രകാരമുള്ള ഒരു അസസി ആണ്. സോ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിസംപ്റ്റീവ് ഇൻകത്തിനെക്കാട്ടിലും കുറച്ചാണ് ഇവർ ഇൻകം കാണിച്ചിരിക്കുന്നതെങ്കിൽ, സോ ദാറ്റ് മീൻസ് എന്താണ്? സോ അവർ കുറച്ച് ഇൻകം കാണിക്കാൻ കാര്യം എന്താണ്? അവർക്ക് ഇൻകം എന്താണ് പറഞ്ഞ പോലെ പെർസെന്റേജ് എടുത്താൽ അവർക്ക് അതിലും കുറവാണ് ആക്ച്വൽ ഇൻകം. സോ ആക്ച്വൽ ഇൻകം അതാണെന്ന് ഉറപ്പുവരുത്തെങ്കിൽ എന്ത് ചെയ്യണം? അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ദെൻ 44 AE അസസി ആണെങ്കിൽ 44 AE-യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. 44 AE-യിൽ പറഞ്ഞിരിക്കുന്ന പ്രിസംപ്റ്റീവ് ഇൻകത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ ആ പെർസെന്റേജിനെക്കാട്ടിലും കുറവാണ് നമ്മൾ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ ഇൻകം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ഓഡിറ്റിന് പോകണം. ക്ലിയർ ആണോ? Yes, sir. Then start എഴുതാം. Non applicability of section 44 AB. So tax audit applicable ആകാത്ത അസസിയുടെ ഒന്ന് കാര്യമാണ് person declaring income under section 44 AD and his turnover or gross receipt is up to rupees 2 crores is up to rupees 2 crores up to rupees 2 crores. Okay, so 44 AD assessee നമ്മൾ ഇപ്പോൾ ഉടനെ ഡിസ്കസ് ചെയ്യും. 44 AD assessee എന്താണ്? ഗ്രോസ് ടേൺ ഓവർ അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് അപ് ടു 2 crores ആണെങ്കിൽ അവർക്ക് എന്താണ്? സോ 44 AD പ്രകാരം പറയുന്ന റേറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തിൽ നിന്ന് ഒഴിവാകാം? ടാക്സ് ഓഡിറ്റിൽ നിന്ന് ഒഴിവാകാം. ഡേറ്റ് കൊടുക്കുക 1 month before due date. 1 month
before normally date ആണ് before due date of filing returns under section 139 subsection 1. So നമ്മൾ assessment procedure അല്ലെങ്കിൽ റിട്ടേൺ ഫയലിംഗിന്റെ നമ്മൾ 139 subsection 1 എന്ന് പലയിടത്തും ഇപ്പോൾ ഇത് കേട്ടിട്ടുണ്ട് നിങ്ങൾ 139 subsection 1 എന്താണെന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. Then section 271B. So 271A പറഞ്ഞിരുന്നത് 44AA പ്രകാരം അസസി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ഉള്ള 25,000 വരെ നമുക്ക് പെനലൈസ് ചെയ്യാമായിരുന്നു. സോ ഇവിടെ എന്താണ് 44AB ആപ്ലിക്കബിൾ ആയ അസസി ആണ്, ബട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കമ്പൽസറി ഓഡിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇഫ് അസസി ഫെയിൽസ് to get accounts audited. So associate accounts audit ചെയ്യുന്നില്ല എങ്കിൽ so penalty will be first one 0.5% of turnover or gross receipt, or second one rupees 1,50,000, whichever is less lower. So ഇത്രയും എന്താണ് പെനാൽറ്റി അട്രാക്ട് ചെയ്യും. ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നെങ്കിൽ ടേൺ ഓവറിന്റെ 0.5% or 1,50,000 whichever is lower. So 271B പ്രകാരം എന്താണ് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട അസസി ചെയ്തില്ല എങ്കിൽ ഇത്രയും എന്താണ് പെനാൽറ്റി പേയ്മെന്റ് വരും. ക്ലിയർ ആണോ? Yes, sir. സോ ഇനി നമ്മൾ അടുത്തത് സോ 44AA ആൻഡ് 44AB ക്ലിയർ ആണല്ലോ അല്ലെ? സോ 44AB ഒന്നുകിൽ സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ 50 lakh എക്സീഡ് ചെയ്താൽ, അതേഴ്സ് ആണെങ്കിൽ 1 crore എക്സീഡ് ചെയ്താൽ. സോ ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ 1 crore പകരം 10 crores എടുക്കാം. പക്ഷേ എന്താണ് ടോട്ടൽ റെസീറ്റിന്റെ 5% ക്യാഷ് റെസീറ്റ് 5% വരെ ക്യാഷ് റെസീറ്റ് ആകാവൂ, അല്ലെങ്കിൽ ടോട്ടൽ പേയ്മെന്റ്സിന്റെ 5% വരെ എന്താകാവുള്ളൂ ക്യാഷ് പേയ്മെന്റ്സ് ആകാവുള്ളൂ. ദെൻ മൂന്നാമത്തെ സെനാരിയോ എന്താണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. 44ADO അസസ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ അതിൽ പറഞ്ഞതിനേക്കാൾ ലോവർ ഇൻകം ആണ് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ പ്ലസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ദെൻ 44A കേസ് ആണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറവാണ് ഇൻകം കാണിക്കുന്നെങ്കിൽ എന്ത് വേണം ടാക്സ് ഓഡിറ്റ്. ഓക്കെ ക്ലിയർ അല്ലേ? Yes, sir. Then section 44AD. Section 44AD. Profits and gains of business on presumptive basis. Presumptive basis. Profits and gains of business on presumptive basis. Okay. Then eligible assessee. അതായത് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകാൻ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള അസസി ആരൊക്കെയാണ്? എലിജിബിൾ അസസി റെസിഡന്റ് ഇൻഡിവിജ്വൽ or resident HUF or resident firm. Resident firm excluding LLP. Excluding LLP. So that means എന്താണ് ഇൻഡിവിജ്വൽസിനോ റെസിഡന്റ് ഇൻഡിവിജ്വൽസിനോ റെസിഡന്റ് HUFനോ റെസിഡന്റ് ഫേമിനോ മാത്രമേ എന്ത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ? 44AD എന്താണ് അവർ ചെയ്യുന്ന ബിസിനസ്സിൽ പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാനുള്ള
44AD സെക്ഷൻ എലിജിബിൾ ആകുന്ന ആർക്കൊക്കെയാണ്? റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ റെസിഡന്റ് HUF ഓർ റെസിഡന്റ് ഫേം എക്സ്ക്ലൂഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് who has not claimed deduction under section 10AA or under section 80IA to section 80RRB. So ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യുന്നവരാകരുത്, സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉള്ളവരാകരുത്. 10A then 80IA to 80RRB നമ്മൾ ഡിഡക്ഷൻസിൽ ഡിസ്കസ് ചെയ്യും. ചാപ്റ്റർ 6 ഡിഡക്ഷൻസിലുള്ളതാണ്. ഓക്കെ അല്ലേ? സോ ദാറ്റ് മീൻസ് റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ റെസിഡന്റ് HUF ഓർ റെസിഡന്റ് ഫേം അതർ ദാൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, സോ അവർ എന്ത് 10AA അല്ലെങ്കിൽ 80IA മുതൽ 80RRB വരെയുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നവർ ആകരുത്. ക്ലിയർ അല്ലേ? Then സോ ഇത് ഇപ്പൊ നമ്മൾ അസസ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഏതൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഇത് എലിജിബിൾ ആകുന്നത്? സോ സെക്ഷൻ 44AD ഈസ് applicable for any business. സോ എന്ത് ബിസിനസ് വേണമെങ്കിലും ആകാം എക്സെപ്റ്റ് സോ 44AD ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും ആകാം എക്സെപ്റ്റ് ഇനി പറയുന്നത് ഒഴിച്ച്. സോ ഈ പറയണ്ടോ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? സെക്ഷൻ 44AD പ്രകാരം എന്ത് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സോ എനി ബിസിനസ് എക്സെപ്റ്റ് ഫസ്റ്റ് വൺ. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാണ് സെക്ഷൻ 44AE ബിസിനസ്. സെക്ഷൻ 44AEയിൽ പറയുന്ന പ്രകാരമുള്ള ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് കിട്ടില്ല? 44AD കിട്ടില്ല. ദെൻ സെക്കൻഡ് വൺ ഏജൻസി ബിസിനസ്. എന്തെങ്കിലും ഏജൻസി എടുത്ത് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ 44AD കിട്ടില്ല. ദെൻ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് ബിസിനസ്. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് business. Commission and brokerage business and turnover or gross receipt is up to rupees 2 crores. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതെങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ സോ റെസിഡന്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ റെസിഡന്റ് HUF, റെസിഡന്റ് ഫേം എക്സ്ക്ലൂഡിംഗ് LLP അവരുടെ ബിസിനസ് എന്താകണം? ഈ പറയുന്ന 3 ബിസിനസ് ഒഴിച്ച്. സോ 44A ബിസിനസ് ആകാൻ പാടില്ല, ഏജൻസി ബിസിനസ് ആകാൻ പാടില്ല, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ബിസിനസ് ആകാൻ. സോ ദാറ്റ് മീൻസ് ഒരു നോർമൽ ബിസിനസ് നടത്തുന്ന റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, അയാളുടെ ടേൺ ഓവർ സോ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 2 crores വരെ ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? എനി ബിസിനസ് അതർ ദാൻ ഈ പറയുന്ന 3 ബിസിനസ് ആകരുത്, ഈ പറയുന്ന അസസി ആയിരിക്കണം ആ ബിസിനസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 2 crores വരെ ആണെങ്കിൽ നമുക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? 44AD പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ഓഫർ ചെയ്യുന്ന സെക്ഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആണ്, നമുക്ക് എടുക്കാം. ക്ലിയർ ആണോ? കണ്ടീഷൻ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് 3 കൂടാണ് ശ്രദ്ധിക്കേണ്ടത്. റെസിഡന്റ് ഇൻഡിവിജ്വൽ പ്ലസ് ഈ പറയുന്ന ബിസിനസ് അല്ലാത്ത ഏത് ബിസിനസ്സും ആകാം. ടേൺ ഓവർ സോ 2 crores മുകളിൽ ടേൺ ഓവർ ആണെങ്കിൽ പിന്നെ കിട്ടുമോ? ഇല്ല. സോ റെസിഡന്റ് ഇൻഡിവിജ്വൽ അല്ല, ബാക്കി എല്ലാ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുമോ? ഇല്ല. സോ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി ആണെങ്കിൽ ഈ പറയുന്ന 2 സോ നോർമൽ ബിസിനസ് ആണ്, ടേൺ ഓവർ 2 crores താഴെ ആണെങ്കിൽ കിട്ടുമോ? കമ്പനി അസസിക്ക് എലിജിബിൾ അസസി ആണോ കമ്പനി? അല്ല. സോ ദാറ്റ് മീൻസ് ടേൺ ഓവർ ക്രൈറ്റീരിയ ഒന്നും നോക്കണ്ട, എലിജിബിൾ അസസി അല്ല. സോ ബിസിനസ് ചെയ്യുന്ന ഈ പറയുന്ന റെസിഡന്റ് ഇൻഡിവിജ്വലോ റെസിഡന്റ് HUF റെസിഡന്റ് ഫേമോ ആയിരിക്കണം ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്നത്. ആ ബിസിനസിന്റെ ടേൺ ഓവർ 2 crores വരെ ആയിരിക്കും. ഈ പറയുന്ന 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? ആ അസസിക്ക് 44AD റൂട്ടില് പ്രിസംപ്റ്റീവ് ഇൻകം. ക്ലിയർ അല്ലേ?
Yes, sir. Then next one. So ഇനി എന്താണ് presumptive income എടുത്താലുള്ള ഗുണം? Okay. Then next one, presumptive income. Okay. So എത്രയാണ് presumptive income ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യേണ്ട ഇൻകം? Okay. So presumptive income is equal to turnover or gross receipt into 8%. Turnover or gross receipt into 8%. Turnover or gross receipt into 8%. So ഉണ്ടോ? ഇനി ഇവിടെ നോക്കി. So 44 AD അപ്ലൈ ചെയ്ത ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരുന്നു. അയാൾ ഓഫർ ചെയ്ത ഇൻകം, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം 2 crores വരെയൊക്കെ പറ്റും. സോ ഉറപ്പായിട്ടും അയാൾ ഒരു ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ 8%. സോ 1 crore-ന്റെ 8 അല്ലെങ്കിൽ 2 crores 1 crore 90 lakhs-ന്റെ 8% ഒക്കെ ഹ്യൂജ് എമൗണ്ട് വരും. സോ അയാൾക്ക് അത്രയും ഇൻകം ആക്ച്വലി ഉണ്ടാകില്ല. സോ അയാൾ എന്ത് പറയും? ഞാൻ പ്രിസംപ്റ്റീവ് ഓപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യാം, അതിനേക്കാൾ കുറച്ച്, എനിക്ക് അത്ര ഇൻകം ഇല്ല, പിന്നെ ഞാൻ എന്തിനാ പ്രിസംപ്റ്റീവ് ഇൻകത്തിന് ടാക്സ് കൂടുതൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? കുറച്ച് ഇൻകം എടുത്താൽ. സോ കുറച്ച് ഇൻകം എടുത്താൽ എന്ത് പ്രശ്നം വരും? അയാൾക്ക് എന്താണ്? ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവാൻ മീൻസ് എന്താണ്? അസസിംഗ് ഓഫീസറെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? സോ ഉണ്ടോ, ഈ പറയുന്ന 8%-ൽ താഴെയാണ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്തിന്റെ പെർവ്യൂവിൽ വരും? 44 AB-യുടെ പെർവ്യൂവിൽ വരും. സോ ദാറ്റ് മീൻസ് ടാക്സ് ഓഡിറ്റ് ഇൻ ദ സെൻസ് എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം എന്താണ്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെരിഫൈ ചെയ്തിട്ടായിരിക്കും ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നത്. സോ നോർമൽ പോലെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻഡയറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. Then second point, if turnover or gross receipt realized by account pay, check or DD or electronic payment through bank account or any other electronic mode as may be prescribed. So ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു നിങ്ങൾ കേട്ടത്? നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതിൽ അക്കൗണ്ട് പേ ചെക്കോ, അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റോ, ഇലക്ട്രോണിക് പേയ്മെന്റ് മോഡോ അല്ലെങ്കിൽ എനി അതർ ഇലക്ട്രോണിക് പേയ്മെന്റ് മോഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്, എവിടെയായിരുന്നു അത് ഡിസ്കസ് ചെയ്തത്? ഏത് സെക്ഷനിലായിരുന്നു? 40A3 അല്ലേ? ക്യാഷ് പേയ്മെന്റ് ഇൻ എക്സസ് ഓഫ് 10,000. സോ ഇൻ കേസ് പേയ്മെന്റ് ഈസ് ടു ട്രാൻസ്പോർട്ടർ, എന്താണ് 10,000 ഉള്ളത് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് 35,000. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ നമുക്ക് ക്യാഷ് പേയ്മെന്റ് ആയിട്ടല്ല ഇലക്ട്രോണിക് പേയ്മെന്റ് ആണ് കിട്ടുന്നത് എങ്കിൽ up to due date of return of filing, then ആ കേസിൽ PGBP അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിസംപ്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് ടേൺ ഓവറിന്റെ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റിന്റെ 6% ആയിരിക്കും. സോ നോർമലി 8% ആണ്. സോ നമുക്ക് കിട്ടുന്നത് അക്കൗണ്ട് പേ ചെക്കോ, അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റോ, ഇലക്ട്രോണിക് പേയ്മെന്റ് മോഡിലൂടെ ആണെങ്കിൽ നമുക്ക് എത്ര വരെ കാണിച്ചാൽ മതി? 6%. നെക്സ്റ്റ് പോയിന്റ്. സോ പ്രിസംപ്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ റെസിഡന്റ് ഇൻഡിവിജ്വൽ, റെസിഡന്റ് HUF, റെസിഡന്റ് ഫേം എക്സ്ക്ലൂഡിംഗ് LLP. സോ അവര് എനി ബിസിനസ് അതർ ദാൻ
section 44 AE business, agency business, commission business, brokerage business, and turnover from that business is up to 2 crores ആണെങ്കിൽ എന്താണ് presumptive base opt ചെയ്യാം. So presumptive base opt ചെയ്യണമെങ്കിൽ presumptive income കാണിക്കുന്ന ടേൺ ഓവറിന്റെ 8%. സോ ഈ ടേൺ ഓവർ കിട്ടുന്നത് ബാങ്കിലൂടെയാണ് അല്ലെങ്കിൽ അക്കൗണ്ട് ബൈ ചെക്കോ. സോ ക്യാഷ് ഇൻവോൾവ് ആകുന്നില്ല എങ്കിൽ അതിന്റെ എത്ര എടുത്താൽ മതി? 6% എടുത്താൽ മതി. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. If next point, if assessee declares income as per section 44 AD or higher income and turnover is up to 2 crores. Okay, so 2 crore, that means 44 AD apply ചെയ്യുന്ന ഒരു അസസ്റ്റി ആണ്. സോ 44 8% എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ 8% അല്ലെങ്കിൽ 9 or 8% കൂടെ എത്രയെങ്കിലും ടേൺ ഓവറിന്റെ അത്രയും പെർസെൻറ്റേജ് പ്രിസംപ്റ്റീവ് ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് പിന്നെ ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുമോ? ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന 44 AD SSCക്ക് ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന എപ്പോഴാണ്? ഡിക്ലെയർ ചെയ്യുന്ന ഇൻകം ഈ പറയുന്ന ലിമിറ്റിൽ താഴെയാണെങ്കിൽ അല്ലേ? 44 ADയിൽ പറയുന്ന ഇൻകത്തെ അത് 8%ലോ അല്ലെങ്കിൽ 6%ലോ കൂടുതലോ കാണിച്ചാൽ ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുമോ? അല്ല, കുറവാണ്. സോ കുറവാണെങ്കിൽ സോ അവർക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടി വരുമോ? സോ 2 crores ആണെങ്കിൽ 44, ദാറ്റ് മീൻസ് അവരെന്താണ് അവരുടെ ടേൺ ഓവർ പ്രൂവ് ചെയ്യുന്ന ക്രൈറ്റീരിയ മാത്രം അവർ കീപ്പ് ചെയ്യാൻ മതി. ദെൻ നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ books of accounts and get it audited. So not required. Books of accounts keep ചെയ്യാൻ വേണ്ട. അത് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സ് എന്താണ് ഓഡിറ്റ് ചെയ്യുകയും വേണ്ട. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Then next one, very important point. If assessee declares income from any previous year, as per section 44 AD. Okay, so ഒരു previous year section 44 AD income disclose ചെയ്തു and he does not declare income as per section 44 AD in any of 5, so very important, 5 consecutive previous years, then he shall not be eligible to claim benefit of section 44 AD for 5 years subsequent to the year in which he did not declare
did not declare income as per section 44 AD. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. പ്രീവിയസ് ഇയർ 2021 സോ പ്രീവിയസ് ഇയർ ദാറ്റ് മീൻസ് അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 2021 നമ്മൾ സെക്ഷൻ 44 AD പ്രകാരം AD ഓപ്റ്റ് ചെയ്ത് ഇൻകം ഡിസ്ക്ലോസ് ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് 5 വർഷം എന്ത് തന്നെ ഏത് രീതിയിൽ തന്നെ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണം 44 AD. സോ ഈ 5 വർഷത്തിന് മുമ്പ് അതായത് 4ാമത്തെ വർഷം 4th ഇയറിൽ സോ ആക്ച്വൽ ഇൻകം സോ പ്രിസംറ്റീവ് ബേസിസ് എടുത്താൽ എനിക്ക് ഒത്തിരി ടാക്സ് ആകും. അതുകൊണ്ട് ഞാൻ നോർമൽ വേയിൽ പോയാൽ നോർമൽ സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ദാറ്റ് മീൻസ് 44 AD ബ്രേക്ക് ചെയ്താൽ സോ ഒരു തവണ ചെയ്താൽ എന്താണ് 5 ആസ് പെർ സെക്ഷൻ 40 did not income as per any of the 5 consecutive previous years. സോ 5 consecutive years പ്രീവിയസ് ഇയർ എന്താണ് 44 AD ഇൻകം ക്ലെയിം ചെയ്യണം. 44 AD തന്നെ ക്ലെയിം ചെയ്യണമെന്നുണ്ട്. സോ അതിന് മുമ്പ് ഏതെങ്കിലും ഇയറിൽ ബ്രേക്ക് ചെയ്താൽ സോ എന്നാണോ ഈ ബ്രേക്ക് ചെയ്തത് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് 5 വർഷത്തേക്ക് ഇനി എന്ത് ചോദിക്കരുത് 44 AD നിങ്ങൾക്ക് പറ്റില്ല, നോർമലി ചെയ്തോണം. സോ ദാറ്റ് മീൻസ് എന്താണ് 44 AD യേക്കാൾ കുറവാണ് കാണിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകും. 44 AD ആദ്യം അപ്ലൈ ചെയ്താൽ 5 വർഷം കൺസിക്യൂട്ടീവ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം 44 AD റൂട്ടിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. സോ അത് ബ്രേക്ക് ചെയ്ത് ഏത് പ്രീവിയസ് ഇയറിലാണോ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത 5 വർഷം എന്ത് കിട്ടില്ല 44 AD റൂട്ടിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇത് ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ ഇത് വേറെ രീതിയിലാണ് ഇൻകം എന്താണ് സോ ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന അവിടെ മൂലം എന്ത് ആപ്ലിക്കബിൾ ആവും ടാക്സ് ഓഡിറ്റ്. സോ 44 AB പ്രകാരം എന്ത് ചെയ്യേണ്ടി വരും ടാക്സ് ഓഡിറ്റ് 44 AD റൂട്ടില് 44 AB പ്രകാരം ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകും. അവിടെ പറഞ്ഞതുപോലെ സോ ലെസർ ഇൻകം പ്ലസ് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണ് ടോട്ടൽ ഇൻകം ഒബ്വിയസ്ലി എന്ത് ആപ്ലിക്കബിൾ ആവും 44 AB AD റൂട്ടിൽ 44 AB പ്രകാരം ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകും. ഓക്കെ അല്ലേ? ഇപ്പൊ 44 AA 44 AB 44 AD ക്ലിയർ അല്ലേ? Next one 44 ADA section 44 ADA section 44 ADA presumptive income for professionals presumptive income for professionals. So 44 ADA so 3-4 വർഷം മുമ്പ് അമെൻഡ്മെന്റിലൂടെ സോ 44 AD ആയിരുന്നു അതുവരെ ഉള്ളത്. സോ 44 AD യിൽ എന്താണ് നോർമൽ ബിസിനസ് അല്ലെങ്കിൽ നോർമൽ ഇത് സ്പെസിഫൈഡ് പ്രൊഫഷൻ അല്ലാത്ത കേസസ് ആണ് അവിടെ കവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് പ്രൊഫഷനെ അല്ലെങ്കിൽ സ്പെസിഫൈഡ് പ്രൊഫഷൻസിനെ കവർ ചെയ്യാനായിട്ട് പ്രിസംപ്റ്റീവ് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ ഒരു സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ എലിജിബിൾ അസസി resident individual or resident firm excluding LLP excluding limited liability firm. So ഇവിടെ എന്തില്ല HUF ഇല്ല. സോ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഫോമിനോ engaged in profession specified in section 44 AA. So section 44 AA യിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈ ആയിരിക്കുന്ന പ്രൊഫഷൻസ് ഏതൊക്കെയാണ് എന്ത് ടൈപ്പ് ഓഫ് അല്ലേ സോ സ്പെസിഫൈഡ് പ്രൊഫഷൻസിനെയാണ് ഇതിനകത്ത് സെക്ഷൻ 4 ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം 44 AD എന്താണ് പ്രിസംപ്റ്റീവ് ഇൻകം ഫോർ സ്പെസിഫൈഡ് പ്രൊഫഷണൽസ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? Then second point
So specified professions in എല്ലാവർക്കും ഇതേപോലെ presumptive basis income declare ചെയ്യാമോ? Okay. So section 44 AD A is applicable if gross receipt is up to rupees 50 lakhs. So 50 lakhs വരെ ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? എത്രയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഇൻകം? പ്രിസംപ്റ്റീവ് ഇൻകം is equal to gross receipt into 50%. Gross receipt into 50%. So നേരത്തെ പറഞ്ഞ പോലെ SSE ഈ പറയുന്ന 50% ഗ്രോസ് റെസിപ്റ്റിന് 50% അതിൽ കൂടുതലോ ഇൻകം ഡിസ്ക്ലോസ് ചെയ്താൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട കാര്യമോ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമോ വരുമോ? ഇല്ല. സോ അതിൽ കുറവാണ് ചെയ്യുന്നത് പ്ലസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ ലിമിറ്റ്, ഇൻ ദാറ്റ് കേസ് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ഓഡിറ്റ് കമ്പൽസറി ആവും. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? സോ അവിടെ പറഞ്ഞ അതേ പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. കുറച്ച് ഇൻകം. സോ ഓൾറെഡി നമ്മൾ 44 AB പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഈ പറയുന്ന 50 ഗ്രോസ് റെസിപ്റ്റിന് 50%-നെക്കാട്ടിലും കുറവാണെങ്കിൽ, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്? ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകും. സോ ഇതിൽ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട, ടാക്സ് ഓഡിറ്റും വരില്ല. ക്ലിയർ? സോ 44 ADക്കും 44 ADക്കും വരുന്ന കോമൺ പോയിന്റ്സ്. For section 44 AD and section 44 ADA. Okay. First one, deduction. Under section 30 to 38. Shall not be allowed. WDV is to be calculated considering notional depreciation every year. Considering notional depreciation every year. Okay. So asset ഉണ്ടെങ്കിൽ notional depreciation, because നമുക്ക് എന്താണ് സെക്ഷൻ 32 എന്ത് ഡിപ്രീസിയേഷൻ വരുന്നത്? അതൊന്നും കിട്ടില്ല. എന്താണ്? ജസ്റ്റ് ഗ്രോസ് റെസീറ്റിന്റെ അല്ലെങ്കിൽ ടേൺ ഓവറിന്റെ ഇത്ര പെർസെന്റേജ്. അതുകൂടാതെ ഈ പറയുന്ന സെക്ഷൻ 30 to 38 ഡിഡക്ഷൻ ഓൾറെഡി കിട്ടിയത് പോലെയാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഇനി അതുമായിട്ട് വരരുത്. ദെൻ പിന്നെ കിട്ടുന്ന ഡിഡക്ഷൻ ഏതായിരുന്നു? പിന്നെ കിട്ടുന്ന ഡിഡക്ഷൻ ഏതായിരുന്നു? 40B. ഏതായിരുന്നു 40B? എന്തായിരുന്നു സെക്ഷൻ 40B? പാർട്ട്നേഴ്സിന് ഫേമിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അല്ലേ? സോ സെക്ഷൻ 38 ശേഷമാണ് അത് വരുന്നത്. സോ നമുക്ക് 2-3 വർഷം മുമ്പാണ് ഈ ഒരു അമെന്റ്മെന്റ് വന്നിരിക്കുന്നത്. പ്രിസംപ്റ്റീവ് ഇൻകത്തിൽ നിന്ന് അതുവരെ 40B എന്നുള്ള കുറയ്ക്കാമായിരുന്നു. സോ അമെന്റ്മെന്റ് വന്നതോടെ deduction under section 40B, that means remuneration and interest on capital are not allowed as deduction from presumptive income.
income. Clear? Yes, sir. Then ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ അഡ്വാൻസ് ടാക്സിൽ വീണ്ടും അവിടെ ഡിസ്കസ് ചെയ്യും 100% advance tax. Advance tax. Can be paid by 15th March of previous year. So advance tax വരുമ്പോഴത്തേക്കും ആ ഒരു ഡേറ്റ് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഇത് മൂന്നിനും കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻ. ദാറ്റ് മീൻസ് എന്താണ് 30 to 38 പറഞ്ഞ ഒരു ഡിഡക്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രിസംഷൻ ആണ്. ആ ഡിഡക്ഷൻ എല്ലാം കിട്ടി എന്ന് കരുതിയാണ് എന്താണ് ഇങ്ങനെ ഒരു 50% എന്നോ 8% എന്നോ 6% എന്നോ റേറ്റ് വെച്ചിരിക്കുന്നത്. സോ പിന്നീട് അത് ചോദിച്ചു വരരുത്. അതുകൂടാതെ എന്തുകൂടെ ഉണ്ട് 40B പ്രകാരമുള്ള ഡിഡക്ഷൻസും ചോദിച്ചു വരരുത്. അതും എന്താണ് പ്രിസംഷൻ ആണ്. ഡീം ടു ബി ഓൾറെഡി ക്ലൈംഡ്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. Next one, section 44AE. Section 44AE. Section 44AE. Presumptive taxation. Presumptive taxation for transporters. Okay, so transport business നടത്തുന്ന ആൾക്കാർക്ക് applicable ആകുന്നതാണ് section 44AE. First one, eligible assessee. Eligible assessee. So ശ്രദ്ധിക്കുക, assessee engaged in the business. Assessee engaged in the business of flying, hiring, leasing, such goods carriage. So transport of goods carriage എന്താണ് ഒന്നുകിൽ ഫ്ലൈയിങ് ആകാം, അല്ലെങ്കിൽ ഹയറിംഗ് ആകാം, അല്ലെങ്കിൽ ലീസിംഗ് ഓഫ് such goods carriage. So underline the word goods carriage. So passenger transport അല്ല, goods carriage ആണ് പറയുന്നത്. Goods carriage. Then goods carriage. Then Pgbp will be. So presumptive income will be. First point. Heavy goods vehicle ആണെങ്കിൽ, heavy goods vehicle ആണെന്നുണ്ടെങ്കിൽ ₹1000 per ton of gross vehicle weight. So vehicle weight or unladen weight, as the case may be, for every month or part of the month. For every month or part of the month. Every month or part of the month. Okay. So heavy vehicle ആണെങ്കിൽ, so എന്താണ് ₹1000 per ton ആണ് പറയുന്നത്. For every month or part of the month. Okay, every month or part of the month. Then other vehicles. So that means heavy goods vehicle allata vehicles.
rupees 7,500 rupees 7,500 for every month, or part of the month. So heavy goods ആണെങ്കിൽ 1000 per ton of gross vehicle weight ആണ് പറയുന്നത് per month or part of the month. Other vehicle ആണെങ്കിൽ so per ton അല്ല പറയുന്നത് per vehicle ആണ് rupees 7,500 per every month or part of the month. Okay. Yes, very sir. important point. This section is applicable if assessee owns maximum 10 vehicles. So 10 vehicles ne പറഞ്ഞിട്ടുള്ളൂ 10 heavy goods vehicle and 10 other vehicles nalla 10 vehicles. Okay, so that means assessee owns more than 10 vehicles at any time during the previous year. So 10 vehicle കുള്ള ഒരു ദിവസമെങ്കിലും ഉണ്ടായാൽ എന്ത് കിട്ടില്ല, ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകില്ല, നോർമൽ രീതിയിൽ പോകേണ്ടി വരും. ക്ലിയർ അല്ലേ? സോ ഒരു ദിവസമെങ്കിലും 10 വെഹിക്കിളിൽ കൂടുതൽ ഉണ്ടായാൽ സെക്ഷൻ 44AE എടുക്കാൻ പറ്റൂല. മാക്സിമം 10 വെഹിക്കിൾസേ ഉണ്ടാകാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് വെഹിക്കിൾസ് ഇൻ ദ സെൻസ് ഹെവി ഗുഡ്സ് വെഹിക്കിളോ അതർ വെഹിക്കിളോ എങ്ങനെയാണെങ്കിലും അസസിക്ക് ഒരു വർഷത്തിൽ ഏത് പ്രീവിയസ് ഇയറിലെ ഏത് ഡേറ്റ് എടുത്ത് നോക്കിയാലും എന്താണ് 10 വെഹിക്കിളിൽ കൂടാൻ പാടില്ല. 10 10 കുറവാണെങ്കിൽ എന്താണ് 44AE ആപ്ലിക്കബിൾ ആക്കാം. ഓക്കെ അല്ലേ? സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അസസി ഓൺസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, പുട്ട് യൂസ് എന്ന് പറഞ്ഞിട്ടില്ല. സോ ഇൻകം കാൽക്കുലേറ്റഡ്, ഇൻകം under section 44AE is calculated. Even vehicle not put to use, even vehicle not put to use, but owned by assessee, but owned by assessee, but owned by assessee. സോ വേറെ ഒരു ഡിഡക്ഷനും കിട്ടത്തില്ല. പാർട്ട്നേഴ്സ് റെമ്യൂണറേഷനും എന്തിനകത്ത് കുറയ്ക്കാൻ പറ്റില്ല, 44AE കുറയ്ക്കാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഒന്നും തന്നെ ഇല്ല. Then heavy goods vehicles, goods vehicle means any carriage, any goods carriage എന്ന് എഴുതാം, goods carriage, gross vehicle, gross vehicle weight exceeds 12,000 kg, that means 12 tons. So up to 12 ton എന്താണ് നോർമൽ ഗുഡ്സ് വെഹിക്കിൾ ആണ്. സോ 12 ടണ്ണിന് മുകളിലായാൽ എന്താണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആയിട്ട് മാറും. നമ്മൾ ഈ പറഞ്ഞതുപോലെ 1000 പെർ ടൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിസംപ്റ്റീവ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? സോ ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ 30 to 38 then 40B എല്ലാം ഓൾറെഡി കിട്ടിയ പോലെയാണ്. പിന്നെ അത് ചോദിച്ചു വരരുത്. ഓൾറെഡി എന്താണ് നമ്മളൊരു എമൗണ്ട് പ്രിസംപ്റ്റീവ് പറഞ്ഞിരിക്കുകയാണ്. സോ അതുകൂടാതെ സോ പ്രിസംപ്റ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട, കമ്പൽസറി ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകത്തില്ല. സോ ഇതിൽ താഴെയാണ് കീപ്പ് വരുന്നെങ്കിൽ എന്ത് വരും, 44AB പ്രകാരം ടാക്സ് ഓഡിറ്റ്, ദാറ്റ് മീൻസ് എന്ത് കീപ്പ് ചെയ്യേണ്ടി വരും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? 44AB പറഞ്ഞൊരു പോയിന്റ് അതാണ്.
So 44AE assess declare lesser income. So അതായത് ഉണ്ടോ ഈ പറഞ്ഞ പോലെ 1000 അല്ലെങ്കിൽ 7500 കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിലും കുറവ് ഇൻകം ആണ് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ എന്ത് ആപ്ലിക്കബിൾ ആകും 44AB, that means tax audit. Clear അല്ലേ? Yes, sir. Then ഒരു സെക്ഷൻ കൂടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ 43CA. Section 43CA. Section 43CA. Well, so 44AA, 44AB, 44AD, 44ADA, and 44AE. Clearly. Yes, sir. Then section 43CA. If consideration for transfer of an asset other than capital asset being land or building or both. So that means capital asset ആകാത്ത ഈ പറയുന്ന ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓർ ബോത്ത്. So that means എന്തായിരിക്കും അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് പോലെ വരുന്ന സിനാരിയോയിൽ മാത്രമേ അത് ഹാപ്പൻ ചെയ്യത്തുള്ളൂ. ഈസ് that means consideration. So ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ഈ ഇമ്മൂവബിൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൺസിഡറേഷൻ കിട്ടുന്നത് ഈസ് ലെസ് ദാൻ the stamp duty, less than the stamp duty value, then stamp duty value shall be deemed to be the full value consideration, shall be deemed to be full value of consideration for computing income under Pgbp. So that means നമ്മുടെ Pgbp യുടെ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ കിട്ടിയ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഫിക്സ് ചെയ്തതിനെക്കാട്ടിലും കുറവാണെങ്കിൽ എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട് എടുക്കും. Then next point, however stamp duty value does not exceed 110% of the actual consideration. So 110% does not exceed 110% actual consideration കാട്ടിലും 10%, that means 10% എങ്കിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ മാത്രമേ എന്തെടുക്കുള്ളൂ ഇങ്ങനെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുള്ളൂ. Actual consideration received. Then in that case actual consideration
will be considered for computing income under Pgbp. Okay. So income under the head Pgbp. Okay. So അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ബിസിനസിന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു അസറ്റിന്റെ കേസ് പറയാണ്, ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ നാളെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ക്യാപിറ്റൽ അസറ്റ്. സോ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു സെക്ഷൻ നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സെക്ഷൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു അസറ്റ് അതിന്റെ കൺസിഡറേഷൻ ജസ്റ്റ് ഞാൻ പറയാണ്, കൺസിഡറേഷൻ 100 rupees ആണ് വിചാരിക്കുക, 100 rupees. Okay. So ഇതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് 1111 ആണ്. സോ ദാറ്റ് മീൻസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്താണ്, ആക്ച്വൽ കൺസിഡറേഷനെക്കാട്ടിലും എന്താണ്, ഡസ് നോട്ട് എക്സീഡ് 110%. സോ ഇവിടെ എന്താണ്, എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഏതായിരിക്കും നമ്മൾ കൺസിഡറേഷൻ ആയിട്ട്, ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക ഈ കേസിൽ? സോ ഇവിടെ ആക്ച്വൽ കൺസിഡറേഷനെക്കാട്ടിൽ 110% കൂടുതലാണ്, 110% കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ ഏതെടുക്കും? 100. കൂടുതലാണെങ്കിൽ 100 ആണ് എടുക്കുന്നത്. However, stamp duty value does not exceed 110% of actual consideration ആണ്. അപ്പോഴാണ് എന്തെടുക്കുന്നത്, ആക്ച്വൽ കൺസിഡറേഷൻ എടുക്കുന്നത്. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതലാണെങ്കിൽ സോ ഇവരെന്താണ്, അണ്ടർ വാല്യൂഷൻ നടത്തിയേക്കാണ് ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യാൻ വേണ്ടി, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ എന്താ പറയുക, ഇവര് കിട്ടിയത് ഇതാണെങ്കിലും കിട്ടിയത് എത്രയായിട്ട് കൂട്ടും, നമ്മൾ 111 ആയിട്ട് കൂട്ടുന്നു. ഓക്കെ. സോ ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 100 ആണ്, സോറി ആക്ച്വൽ കൺസിഡറേഷൻ 100 ആണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 105 ആണെങ്കിലോ എന്തേ എടുക്കുള്ളൂ? 100 because stamp duty value does not exceed 110% of actual consideration. So actual consideration 110%, that means plus 10% കൂട്ടുമ്പോൾ എത്ര വരണം, അതിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിലേ എന്തെടുക്കുള്ളൂ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. സോ അത് 10% വരെ ആണെങ്കിൽ എന്തെടുത്താൽ മതി, നോർമൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി, ആക്ച്വൽ കൺസിഡറേഷൻ എടുത്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ ഗൗരി? സോ ശ്രദ്ധിക്കണം, നമ്മൾ ഇതേപോലത്തെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോ രണ്ടും നമുക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്, ഒത്തിരി പേര് വിട്ടുകളയുന്ന ഒരു ഏരിയ ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഫർദർ in case of transfer of an asset being a residential unit, okay. So transfer ചെയ്യുന്നത് അസറ്റ് ആണ്, ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ആണെങ്കിൽ, കൊമേഴ്ഷ്യൽ അല്ല, റെസിഡൻഷ്യൽ യൂണിറ്റ് ആണെങ്കിൽ, if stamp duty value of residential unit does not exceed 120% of consideration of actual consideration. Okay, so ഇവിടെ ഒന്നുകൂടെ മാറ്റുകയാണ്, റെസിഡൻഷ്യൽ യൂണിറ്റ് ആണെങ്കിൽ 110 എന്നുള്ളത് എന്താക്കി നമ്മൾ 120%. then actual consideration shall be deemed to be full value consideration.
subject to following condition. Subject to following condition. So 120% വരെ നമുക്ക് ആക്ച്വൽ കൺസ്ട്രെയിൻ എടുക്കാം. ഈ പറയുന്ന കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ സബ്ജക്ട് ടു ഫോളോയിങ് conditions. Subject to following conditions. Subject to following conditions. First one. The transfer of residential unit take place during the period between 12/11/2020 and 30/6/2021. Then second one, and such transfer is by way of first time allotment of the residential unit to any person and consideration received or accruing as a result of such transfer is less than or equal to rupees 2 crores. ഈ പറയുന്ന മൂന്ന് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻഷ്യൽ യൂണിറ്റിന് എന്താണ് ഇൻസ്റ്റെഡ് ഓഫ് 110% എന്നുള്ള എത്രയായിട്ട് കണക്ക് കൺസിഡർ ചെയ്യാം 120% ആയിട്ട്. ക്ലിയർ അല്ലേ? സോ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ രാവിലെ 43 വരെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ ഫസ്റ്റ് വൺ ഏതായിരുന്നു? 44A. എന്തിനെ കുറിച്ചാണ് 44A പറയുന്നത്? Maintenance of books of accounts. Maintenance of books of accounts. Then section 44AB. ഇതായിരുന്നു Compulsory audit of books of accounts. ടാക്സ് ഓഡിറ്റ് അല്ലെ? കമ്പൽസറി ഓഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ നോർമലി ഇപ്പോൾ നടക്കുന്ന ഓഡിറ്റ് ടാക്സ് ഓഡിറ്റ് ആണ്. ദെൻ സെക്ഷൻ 44AD ആണ് പ്രിസംറ്റീവ് ഇൻകം ഓർ എന്ന് പറയാം നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ അതർ ദാൻ specified professional. Section 44ADA presumptive income for specified profession. So section 44AA il paranjirikkunna professions in presumptive income. So section 44A il paranjirikkunna professions edakkana specified professions ആണ്. Then section 44AE എന്താണ്? presumptive income for goods transport business. Goods transport business. Clear? Yes, sir. So ഇത്രയാണ് നമ്മുടെ sections.
So just sections on the section 30 and there no section 30 to the section 30. Section 30 and there no expenses in relation to building. Section 31 no Gauri. Expense taken to plant and machinery furniture. Plant and machinery and furniture. Section 32 so the depreciation. So depreciation നമ്മൾ കുറേ കാര്യങ്ങൾ in depth discuss ചെയ്യുന്നു. Then section 35 Gauri. Scientific research. So the section 35 AD. There no section 35 AD specified business. Then section 36 other deductions nammal paranjittundairunnu certain deductions. Then 37 subsection 1 endairunnu general deduction. So that means 30 to 30 our order thanne undu 30 to 36 kittathathu wholly and exclusive for business purpose, personal expenditure agirudhu, illegal agirudhu. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാം? സെക്ഷൻ 37 സബ്സെക്ഷൻ 1. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ക്ലെയിം ചെയ്യുന്നത്? റെന്റഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിന് എടുത്താൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന റെന്റ്. ഓക്കെ, സോ 31 നമ്മൾ ക്ലെയിം ചെയ്യുന്നത് 37 സബ്സെക്ഷൻ 1 Then 37 2B പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാംലെറ്റിലോ അവരുടെ ന്യൂസ് പേപ്പറിലോ ഒക്കെ എന്താണ് അഡ്വർടൈസ് ചെയ്താൽ ഉണ്ടാകുന്നത്. ദെൻ അത് വരുന്ന 37 കൂടി നമുക്ക് എന്താണ് ഡിഡക്ഷൻസ്. ദെൻ 37 2B. ദെൻ 40 പറയുന്നത് എന്താണ്? ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആണ്. സോ 40AI നോൺ റെസിഡൻസിനുള്ള പേയ്മെന്റ്, 40AI റെസിഡന്റിനുള്ള പേയ്മെന്റ്. ദെൻ 40B രണ്ട് കാര്യങ്ങളാണ് 40B പറയുന്നത്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Then 40A2 എന്തായിരുന്നു? 40A2 Payment made to relatives unreasonable or inexcessive. Okay, then 40A3 cash payments exceeding 10,000. Cash payment exceeding 10,000 in a day to a single person, like single day, single person. Then 40A3 പറഞ്ഞു. Then 43B. So 36 ഒത്തിരി സെക്ഷൻസിൽ പറയാണ് എന്താണ് ആക്ച്വൽ പേയ്മെന്റ് ബേസ്. ദാറ്റ് മീൻസ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ എന്നാണോ അതിനു മുമ്പ് പേയ്മെന്റ് നടന്നാൽ മാത്രം നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്ഷൻസ്. Okay, then 44AA maintenance of books of accounts. 44AB tax audit അല്ലെങ്കിൽ compulsory audit. Then 44AD presumptive income for normal business person. 44ADA presumptive income for specified profession. Then 44AE presumptive income for goods transport business. Then ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെക്ഷൻ 43CA. Okay, so other provisions വരുന്നതാണ്, others വരുന്നതാണ്. So consideration less than stamp duty value വരികയാണെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന സെക്ഷൻ ആണെന്ത് 43CA. ക്ലിയർ അല്ലേ? സോ പ്രൊവിഷൻസ് എല്ലാം നന്നായിട്ട് നോക്കി വെക്കാം. നമുക്കൊരു വലിയ ക്വസ്റ്റിനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വന്നാൽ എല്ലാം കൂടെ സെക്ഷൻ ഉൾപ്പെടേണ്ടത്. നമുക്ക് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സെക്ഷൻ 28 ചാർജബിലിറ്റി സെക്ഷൻ 29 എന്താ പറയുന്നത്? സെക്ഷൻ 29 how to income under the head Pgbp. That means section 30 to 43 compute വെച്ചിട്ടാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെക്ഷൻ 30 expense in relation to building. Section 31 expenses in relation to plant and machinery and furniture. Section 32 depreciation. Then section 35 scientific research. Section 35 AD specified business. So രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ട്. സെക്ഷൻ 35D യും സെക്ഷൻ 35
ഡിയും സെക്ഷൻ 35 DDAയും preliminary expenditure expenses for VRS. Then section 35 general certain deduction, section 37 subsection 1 general deduction, 37 subsection 2B political party pamphlet advertise ചെയ്യുന്നത് section 40AI resident ഉള്ള payment 40AIA sorry 40AI non resident ഉള്ള payment 40AIA resident ഉള്ള payment 40B remuneration and interest on capital to partners 40A2 payments relative in excessive or unreasonable 40A3 payment of cash in excess of rupees 10,000 per day. Then 43B on actual payment basis, 43A asset acquired from foreign, so foreign currency loan on scenario. Then 44AA books of accounts, 44AB tax audit, 44AD presumptive income for business, 44ADA presumptive income for specified profession, then 44AE presumptive income for transport undertaking. Clearly? So the professions connected work business. റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഇതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പീരീഡിൽ തലേ ദിവസം ദാറ്റ് മീൻസ് ഒരു അരമണിക്കൂറിൽ സോ പ്രോബ്ലംസിലെല്ലാം ദാറ്റ് മീൻസ് ഒരു പ്രോബ്ലത്തിൽ പ്രൊവിഷൻസ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ജസ്റ്റ് പ്രൊവിഷൻസ് നമുക്ക് റിവൈസ് ചെയ്യാനാണെങ്കിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ സാലറിയിലെ പോലെ കൊനസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ മെമ്മറൈസ് ചെയ്യാനില്ല. സാലറി ഓരോ കേസിലും സാലറി എന്താണ് അങ്ങനെ ഇല്ല. ഇത് കണക്ട് ചെയ്ത് ഓർക്കുക. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും സെക്ഷനില്? സോ എല്ലാം നോക്കി വരാം. നമുക്ക് നാളെ മോർണിംഗ് സെഷന് റിമൈനിങ് പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, സോ റിമൈനിങ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.